ഇതാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോണത്. ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഇത് അലോവേര. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ വേറൊരു സാധനവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അണിമ. അലോവേര ജ്യൂസ് ആദ്യം തന്നെ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. എന്നിട്ടാണ് നമ്മൾ ജ്യൂസറിലിട്ട് ജ്യൂസ് അടിച്ചിട്ട്. ഇതാണ് കേട്ടോ അലോവേര ജ്യൂസ്. ഇത് കണ്ടില്ലേ, നല്ല എന്താ പറയാ, നല്ല ഷാംപൂ പരുവത്തില്. ഇത് വേണമെങ്കിൽ കുറച്ചെടുത്ത് തലയിലൊക്കെ തേക്കാൻ നല്ലതാണ് കേട്ടോ, നാച്ചുറൽ ഷാംപൂ. അപ്പോ ഇനി നമുക്ക് സ്പ്രയർ ബോട്ടിലോട്ട് മാറ്റാം. അപ്പോ നമ്മുടെ അലോവേര ജ്യൂസ് നമ്മുടെ സ്പ്രയർ ബോട്ടിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ എപ്സം സോൾട്ട്. ഇത് ഒരു ഒരു ലിറ്റർ ഇത് 1 ലിറ്ററിന്റെ സ്പ്രയർ ബോട്ടിലാണ്. അതിലോട്ട് 2 സ്പൂൺ എപ്സം സോൾട്ടും കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അലോവേര ജ്യൂസ് പ്ലസ് എപ്സം സോൾട്ട്, അതാണ് നമ്മൾ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ഞാനിത് ആദ്യം തന്നെ എൻ്റെ ഓർക്കിഡിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണുണ്ട്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇലകളുടെ അടിയിലും ഒക്കെ ആയിട്ട് വേണം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഓർക്കിഡിന് ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ നമ്മുടെ അലോവേര ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്സം സോൾട്ട്, അത് ഇലകൾക്കൊക്കെ നല്ല നിറം കിട്ടാനും, പൂക്കൾക്ക് നല്ല നിറം കിട്ടാനും, ഇലകൾക്ക് നല്ല ഒരു പച്ചപ്പൊക്കെ കിട്ടാനും ഇത് ഒരുപാട് ഗുണമുള്ളതാണ്. ഇത് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇലകളുടെ അടിഭാഗത്തും ഒക്കെ ആയിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയം ഒക്കെ പൂവിടാതെ നിൽക്കണമെങ്കിൽ നമ്മുടെ ഈ അലോവേര ജ്യൂസ് ഒരുപാട് നല്ലതാണ്. നമ്മുടെ കുറച്ച് ഡെൻഡ്രോബിയം പൂവിടാറായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇതും കൂടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചോട്ടിലും എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കണം കേട്ടോ, സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ ആയിട്ട് അടിച്ചു കൊടുക്കണം. അത്ര നല്ലോണം കുളിപ്പിച്ച് നിർത്തണം. അതുപോലെ നമ്മുടെ തേങ്ങയുടെ തൊണ്ടിലൊക്കെ വെച്ചേക്കണതിനും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതുപോലെ ഇത് അന്ന് ഒരു 1.5 മാസം മുമ്പ് ഞാൻ ഒരു വുഡിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ്. അത് അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണ് ഇതിന്റെ ലീഫ് കോട്ടയം വേരുകളൊക്കെ കണ്ട നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ അതിന്റെ പുതിയ ഷൂട്ട്സ് ആണ്. ഇതിന്റെ പുതിയ ഷൂട്ട്സ് ഒക്കെ വന്നേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെമ്മിൽ നിന്ന് 2 കിക്കീസ് അതിന് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു സീഡ്ലിങ്സ് ആണ്, അതിന് പുതിയ ഷൂട്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ഒരു പുതിയ ഷൂട്ടും, അതുപോലെ തന്നെ 2 കിക്കീസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നല്ല രീതിയിൽ അതിന്റെ വേരുകളൊക്കെ നല്ല രീതിയിൽ കണ്ട പിടിച്ച് നല്ല ഗ്രീൻ കളറായിട്ട്, വൈറ്റും ഗ്രീനും ആയിട്ട്. ഇതാണ് ഇതിന്റെ നല്ല ഹെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് തന്നെ കണ്ട എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇത്
നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഇപ്പോഴത്തെ ഈ ചൂടിന്റെ ഒരു ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഈ അലോവേര ജ്യൂസ് എന്ന് പറയുന്നത് ചെടികൾക്ക് ഒരുപാട് നല്ല തണുപ്പ് കിട്ടാനും, അതുപോലെ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് പൂക്കൾക്ക് നല്ല നിറം കിട്ടാനും, അതുപോലെ ഇലകൾക്ക് നല്ലൊരു പച്ചപ്പും നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണേ. ഇതാണ് കേട്ടോ നമ്മുടെ പുതുതായിട്ട് വിരിഞ്ഞ ഒരു സിംഗിൾ പെറ്റൽ. ഞാനന്ന് പോട്ട് ചെയ്യണതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 കുഞ്ഞു ചെടികളാണ്. ഇതിന് വന്നപ്പോ തന്നെ മുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ വിരിയോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോ ആ ഒരു ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടാവും ഈ ചെടിക്ക്. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പോട്ട് ചെയ്തൊക്കെ കുറച്ച് എന്താ പറയാ ട്രാവൽ ചെയ്തൊക്കെ വന്നതല്ലേ, അപ്പൊ അത് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് പൂവിട്ടു. അപ്പൊ അതും ഒരു സന്തോഷം. അത് 2 പൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു ചെടിയാണ്. ഒരു കുഞ്ഞു ചെടിയാണ്. ഇത് 80-85 രൂപക്ക് ഞാൻ കോംബോ ഓഫറിൽ വാങ്ങിയതാ. പിന്നെ എന്റെ കുറച്ച് റെഡ് കളക്ഷൻസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ ഒരു റെഡ് ആണ്. ഇതൊരു സിംഗിൾ പെറ്റൽ റെഡ് ആണ്. പിന്നെ വിരിഞ്ഞേക്കണത് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതും ഒരു എഡ്ജസിലൊക്കെ ഒരു ഒരു ബ്ലാക്ക് ഒരു ലൈൻ പോലെയൊക്കെ ഉള്ളത്. ഇതിൽ അത്രയൊക്കെ ക്ലിയർ ആവുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്ലവറാണ്. ഇതൊരു റെഡിലും ഒരു സൈഡിൽ എഡ്ജസിൽ ഒരു ബ്ലാക്ക് ലൈൻ പോലെയൊക്കെ വന്നിട്ടുള്ളത്. ഇതിലത്ര ക്ലിയർ ആവാഞ്ഞിട്ടാണ്. ശരിക്കും അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇത് ഒരെണ്ണം. ഇനി അടുത്തത് ഇതാണ് ഒരു ഒരു നല്ല ആദ്യം വിരിയുമ്പോ തന്നെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ്. പിന്നെ ഇങ്ങനെ നിറം കുറഞ്ഞു കുറഞ്ഞ് വരും. പിന്നെ വെയിൽ കൂടുതൽ കൊള്ളണതനുസരിച്ച് ഇതിന്റെയൊക്കെ കറക്റ്റ് ഷെയ്ഡ് കിട്ടൂല കേട്ടോ ഇപ്പോഴത്തെ ഈ ചൂട്. അപ്പൊ ഇത് മുട്ട ഒന്ന് വിരിയാറാകുമ്പോ തന്നെ ഒന്ന് കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ അഡീനിയം പ്ലാന്റ്സിന് ഇപ്പൊ ഈ ചൂട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണെങ്കിലും ഇതിങ്ങനെ ഒരു സൺബേൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിന്റെ സ്റ്റെമ്മിലൊക്കെ അങ്ങനെയൊക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മള് ഒന്ന് കുറച്ച് ഷെയ്ഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണത് നല്ലതായിരിക്കും. അപ്പൊ ഇതിപ്പോ 3 ഉള്ളു എന്റെ റെഡ് കളക്ഷനിൽ ഉള്ളത്. 3 മാത്രമേ ഇപ്പൊ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു ചാനല് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള പുതിയ പുതിയ ആൾക്കാർ ഒന്ന് രക്ഷപ്പെടുള്ളൂ. ഓക്കെ, അപ്പൊ വീഡിയോ ഇവിടെ നിർത്തിക്കോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.